ഹലോ, പുറത്ത് പോയിരുന്നു. സോ ഐ എം ലേറ്റ്. ദിസ് ഈസ് ആസാമീസ് വിസിറ്റിൻ്റെ തിരുശേഷിപ്പുകളാണ് ഇതൊക്കെ. ഇതറിയോ എന്താ സാധനം എന്ന് കണ്ടിട്ടുണ്ടാകാം. നരേന്ദ്രമോദിയൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ പോകുമ്പോൾ, ഒറീസ, ഒഡിയ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അവരിത് കൊടുക്കും. ഇത് ഒരു തോർത്തെന്ന് പറയാൻ പറ്റില്ല. ഇത് ആസാമീസിൽ നമ്മൾ തോർത്തായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗംച്ച എന്നാണ് ഇതിനെ പറയാത്ര. ബോഡി തുടയ്ക്കുന്ന ടവൽ എന്നുള്ള അർത്ഥത്തിൽ. കുറച്ച് നീളം കൂടിയതൊക്കെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഇങ്ങനെ ദുപ്പട്ടയായിട്ടൊക്കെ ഇടാം. സാധാരണ വല്ല വീട്ടിലൊക്കെ ഒന്ന് ഇടാനായിട്ട്. വളരെ തിൻ ക്ലോത്താണ്, ഇങ്ങനെ നേരിയതായിട്ട് വരും. അപ്പോൾ ഇത് എല്ലാവരും അവരുടെ ട്രഡീഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അവരിന്നലെ ഞാൻ കാണിച്ചില്ലേ ജാപ്പി, അതേപോലത്തെ തന്നെ ഒരു സാധനമാണിത്. അപ്പോൾ അരവിന്ദിന് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നേ. ഇങ്ങനെ ഇട്ട് കൊടുത്തു, എനിക്കും ഇട്ട് തന്നു കേട്ടോ അവരുടെ ഫ്രണ്ട്സൊക്കെ. അതിൽ ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കില്ലേ, സത്യം പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ വലിയ ഘോരം സംസാരിക്കുന്ന ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വേറൊരു ലേഡി ഇങ്ങനെ നമ്മളുടെ ട്രഡീഷണൽ മാല ഇടുകയല്ലേ ഇത്. എനിക്ക് ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ വന്നു. ആ സമയത്തൊന്നും കാണിച്ചില്ല കേട്ടോ. അവർ ഇത്ര സ്നേഹത്തോടെ ചെയ്യണമല്ലേ, അവരുടെ ആചാരമായിരിക്കുന്നത്. പക്ഷേ എനിക്ക് ദേഷ്യം വന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ബാക്കിയുള്ള ജെൻസൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്, കോൾ ആഗ ഓൾസോ ലെറ്റർ ഓൾസോ ബി ദർ നിയർ അരവിന്ദ് എന്ന് പറയുന്നുണ്ട്. അവർ പറയണേ നോ 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 ഐ വോണ്ട് 58 വയസ്സുണ്ട് കേട്ടോ. ഐ വോണ്ട് ഓൺലി അരവിന്ദ് ആൻഡ് മീ ഇൻ ദ പിക്ചർ എന്ന്. ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ച് ചെറിയ കുശുമ്പ് വരും അല്ലേ. ആ ഉള്ളിലുള്ള ആ ഒരു പൊസസീവ്നെസ് ദാറ്റ് ഷോസ് ദാറ്റ് നമ്മൾ നമ്മുടെ ഭർത്താവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നല്ലേ. ഞാനത് പറഞ്ഞിട്ട് പറയണേ. പിന്നെ ഈ വയസ്സിൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്നാലും വേണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും മാത്രം ഇങ്ങനെ മാല ഇടുന്ന പോലെ എനിക്കിഷ്ടമായില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്ന് പറയുമല്ലോ, ഒരു രസം വേണ്ട ഇതിനൊക്കെ. അതായത് ഞാനും ഇത്ര വലിയ പ്രസംഗിക്കണ ഞാനും ഈ പറഞ്ഞ ബാലിശമായ ചിന്തകളിൽ നിന്നൊന്നും മേലെയല്ല കേട്ടോ. ചെറിയ കുഞ്ഞു കുശുമ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഞാനെന്താ വലിയ അൽഫോൺസാമ്മയാണോ അല്ലേ, അല്ലെങ്കിൽ മദർ തെരേസയാണോ ദേഷ്യപ്പെടാതിരിക്കാനായിട്ട്? അപ്പോൾ ഈ സാധനം ആ കുട്ടി എനിക്ക് ഇട്ട് തന്നു. ഫുൾ ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 4 ഗേൾസാണ് അവിടെ ഉണ്ടായിരുന്നത്. സോ എവ്രി വൺ ഹാഡ് എ ഗാർലൻഡ് ഫോർ അരവിന്ദ് എന്ന്. അത് പറഞ്ഞാൽ അരവിന്ദിനെ കല്യാണം കഴിക്കണമെന്ന് എല്ലാവർക്കും മോഹം ഉണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും ഒരു നല്ല പേഴ്സണെയാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഹീസ് എ നൈസ് പേഴ്സൺ. എൻ്റെ ഈ വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ചോദിക്കുമല്ലോ, എന്താ അരവിന്ദ് ഏട്ടന് ദേഷ്യം വരില്ലേ ഇങ്ങനെയൊക്കെ അവിടുത്തെ വീട്ടിലെ കാര്യം? ഒന്നുമില്ല. കാരണം അത് എന്നോട് അവരങ്ങനെ പെരുമാറിയതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ അതേപോലെ അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ജസ്റ്റ് കം ആൻഡ് സേ. അതൊന്നും അപ്പോൾ എനിക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ല. ഒരെണ്ണം പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പോഴും ചോദിക്കും, എന്തെങ്കിലും ഒരെണ്ണം എന്നോട് പറയൂ നിങ്ങൾ. ഞാൻ എന്താണ് ചെയ്തതിൽ റോങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഐ എം റെഡി ടു റെക്ടിഫൈ ഇറ്റ്. നിങ്ങളെല്ലാവരും അങ്ങനെയായിരിക്കണം. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ നമ്മുടെ ഡ്യൂട്ടീസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് മാറരുത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ്, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ജാപ്പി എനിക്ക് തന്നില്ലേ അമ്മ എന്ന് പറഞ്ഞില്ലേ, അത് അമ്മ ചെയ്തത് തെറ്റല്ലേ, അത് എനിക്ക് ഹേർട്ടായതുകൊണ്ടല്ലേ ഈ 29 കൊല്ലം അത് കൊണ്ടു കിടന്നു. അപ്പോൾ ചിലർ പറയും അങ്ങ് മറന്നേക്കണം. ഡോണ്ട്. അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല പിന്നെ അത് എന്തിനാണ് നമുക്ക് കിട്ടിയ വേദനകളൊക്കെ നമ്മൾ മറക്കാൻ പോകുന്നത്? ഓക്കെ, അത് ചെയ്തത് തെറ്റാണെന്ന് അവർ ഉണരണം, അല്ലെങ്കിൽ അല്ലേ, അപ്പം നമ്മൾ മറക്കും. ഇത് ഒരു കാര്യവും അവരാരും സമ്മതിക്കില്ല. അത് പോട്ടെ. അപ്പം ഈ ഗംച്ച വന്നിട്ട് ഓരോ സ്ഥലങ്ങളിലെ പ്രത്യേകത ഇത് കണ്ടോ, അവരെത്ര തയ്ച്ചിട്ടുണ്ടാവില്ലേ. ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ. ഇതിന് ഇത്ര വിലയെന്ന് എനിക്ക് മനസ്സിലായി. ഇതുപോലെ കുറേ കിട്ടി. ഇപ്പം ഞാനിതുകൊണ്ടാണ് കുളിക്കുന്നത്. നല്ല സോഫ്റ്റ് കേട്ടോ. അപ്പം ഗംച്ച പറഞ്ഞപ്പോൾ ഒരു കഥ പറഞ്ഞില്ലേ, ഇനിയൊരു കാര്യം പറയാം കേട്ടോ. 2 ദിവസമായിട്ട് ഇത് തന്നെയാണല്ലോ പറയണേന്ന് ഓർക്കും, എന്നാലും പറഞ്ഞേക്കാം. അവിടെ ഞങ്ങൾ വിവാഹം കഴിച്ച് ചെന്നത് 1996 ഏപ്രിൽ 21. അന്ന് വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ 3:30 മണിയോ അങ്ങനെ ഏതാണ്ട് 4 മണിക്കുള്ളിൽ അവിടെ ചെല്ലണം. അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചാണ് എൻ്റെ കല്യാണമൊക്കെ പന്തലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഊണ് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ച് മാവേലിക്കര ചെന്നിട്ട് അന്നത്തെ ദിവസം അവിടെയാണ് ഫസ്റ്റ് നൈറ്റിൻ്റെ ടൈമൊക്കെ ആയി. ആരും നമ്മളോട് കിടക്കാനൊന്നും പറയണില്ല. അയൽവക്കത്തുനിന്ന് ഒരു ചേച്ചി വന്ന് അവിടെ ഇരിപ്പുണ്ട്. എന്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ വിചാരിച്ചു ഒരു വേല ബന്ധുവായിരിക്കും. കുറേ നേരമായിട്ടും ആരും പറയുന്നില്ല, എന്നാൽ ഉറങ്ങുക അങ്ങനെയൊന്നും പറയണില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും തന്നെയല്ലേ, എനിക്ക് ഉറക്കം വരണമെന്ന് പറഞ്ഞ് ഞാൻ പോയി നമുക്ക് തന്നിരുന്ന ആ റൂമിൽ പോയി കിടന്നു. കുറേ നേരം കഴിഞ്ഞ്
ആസ് യൂഷ്വൽ അന്നൊക്കെ ടയേർഡാണ്. വി ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദിസ് ലൈഫ് അല്ലേ, ദാമ്പത്യ ജീവിതം. അതൊക്കെ സെറ്റൊക്കെ ആക്കി വരുന്നതിന് മുമ്പ് നമുക്ക് തണുക്കൂലേ, വേറൊരു വീട്ടിലല്ലേ ചെന്നിരിക്കണം. എനിക്ക് തണുത്തിട്ട് ഒരു ബെഡ്ഷീറ്റ് പോലും വെച്ചിട്ടില്ല അവിടെ. ബെഡ്ഷീറ്റ് നല്ല ഭംഗിയായിട്ട് വിരിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് തണുത്തിട്ട് വയ്യ, ഒന്നുമില്ലേ പൊതിക്കാൻ. അപ്പോൾ അരവിന്ദ് പൊതിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഏപ്രിലല്ലേ, അതുകൊണ്ട് അവർ പുതപ്പൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഇതായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു. അതെനിക്ക് ഓർമ്മ വന്നത്. ഇത് നീളത്തിൽ കേട്ടോ, ഒരു സെറ്റ് മുണ്ടിൻ്റെ ഉണ്ടാവില്ലേ, അങ്ങനെ നീളത്തിൽ ഇതൊരെണ്ണം കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ കളറൊന്നുമില്ല, ഇത്രയും പഴയതൊരെണ്ണം. ഐ ഫെൽറ്റ് സോ ബാഡ്. ഒരു ബെഡ്ഷീറ്റ് പോലും ഇല്ലേ ഇവിടെ ഒന്ന് പുതയ്ക്കാൻ തരാനായിട്ട്, എക്സ്ട്രാ ബെഡ്ഷീറ്റ്. ഇതാണോ തരുന്നത്? ഇതെനിക്ക് കാലിലും എത്തില്ല, മുകളിലും എത്തില്ല. എങ്ങനെയോ ഒരു വിധത്തിൽ ഞാൻ പുതച്ചു. ഞാനത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ ഡിഡ്ന്റ് ഹാവ് എ ബെഡ് കവർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലേഖനം പോലെ എഴുതി ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മാഗസിനിൽ, കോളേജ് മാഗസിനിൽ പണ്ടത്തെ. അത് വേറെ ഒരാളുടെ അനുഭവമായിട്ട് ഞാൻ അയച്ചു കൊടുത്താണ്. ഞാനൊരു കോളേജിൽ പഠിപ്പിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അവിടെ. അപ്പം അത് വന്നിട്ടുണ്ട്. അത് എവിടെയും തപ്പി ഞാൻ കാണിച്ചു തന്നിട്ട് വായിക്കാമെന്ന് ഓർത്തിട്ട്, പക്ഷെ കാണാനില്ല. ലെറ്റ് മീ സീ. വേറെ അത് ഫോണിൽ ഞാൻ എന്നിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അത് കുറേ ശ്രമിച്ചു നോക്കി, അതുകൊണ്ട് അത് ഞാൻ വായിക്കുന്നില്ല. ബട്ട് ഇറ്റ് വാസ് വെരി 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 ഡിഫിക്കൽട്ട്. നമുക്ക് ഫസ്റ്റ് ഡേയുടെ ഒരു ഓർമ്മ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ. രസമായിരുന്നു എന്ന് പറയും. ഇതാണ് കഥ. ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിങ്ങോട് കൂടി തുടങ്ങിയെന്ന് ഞാൻ പറയാൻ വരിക. ഇതൊന്നും സാരമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളുടെ ആൺമക്കൾ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടെങ്കിലേ മദേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇന്നത്തെ കാലത്ത് അമ്മമാർക്കൊക്കെ ഇപ്പോൾ എന്നെ പോലത്തെ ഇപ്പോൾ ഈ അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ തുറന്നു പറയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോൾ ബോധം വെളിവുള്ളവരല്ലേ. ആ കുട്ടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വയ്ക്കില്ലേ, അതിനകത്ത് അവർ വാങ്ങിച്ചു വെച്ചിരുന്നു കേട്ടോ. കുറേ എന്താണ് നെയിൽ പോളിഷും പിന്നെ സ്പ്രേ അങ്ങനത്തെ കുറേ കുട്ടികളൊടുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലിടാനുള്ള നൈറ്റി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് വിട്ടുപോയതാണോ അല്ലെങ്കിൽ അത് ഓർമ്മയില്ലയോ, ഐ ഡോണ്ട് നോ. മേ ബി വിട്ടുപോയതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുതി വെച്ചോളൂ. അത് ഇന്നും 29 വർഷമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആകച്ചേച്ചിയെ പോലുള്ള മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അന്ന് അമ്മ ചെയ്തില്ലേ എന്ന് പറയും അല്ലേ. എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അമ്മ എനിക്ക് പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ല അവരുടെ പിന്നാലെ നടക്കണം, അങ്ങനെ ചോദിക്കും അമ്മ. ഷീ വിൽ നെവർ എൻ്റർടൈൻ മീ ടു ടോക്ക് അബൌട്ട് മൈ മദർ ഇൻ ലോ, ബിക്കോസ് അമ്മയും ഒരു മദർ ഇൻ ലോ ആണേ. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ആങ്ങളയുടെ ഭാര്യ വന്നപ്പോൾ ഞാനുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല, ബിക്കോസ് എനിക്ക് ഈ അനുഭവം ഉള്ളതുകൊണ്ട്. ഇല്ലാത്തവർക്കത് തോന്നില്ല. ഇനി പറയാൻ പോകുന്നത് ഒരു വളരെ വിഷമമുള്ള വേദനിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറി. സന്ധ്യ എന്ന് പറഞ്ഞ ആ കുട്ടി കുഞ്ഞിനെ എടുത്തെറിഞ്ഞില്ലേ, അതെല്ലാവരും അതിനകത്ത് ഓരോരോ ചാനലുകളിൽ ഓരോരോ വേർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പം പറയുന്നു ആ കുട്ടിയുടെ പിതൃ സഹോദരൻ ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന്. എന്താണ് ഈ കേൾക്കുന്നത്? ഇത് പല സ്ഥലത്തും നടക്കുന്നതാണ്, അല്ലെന്നല്ല. പക്ഷേ അച്ഛനും അമ്മയുമാണ് അതിന് ഉത്തരവാദികളായിരിക്കുന്നത് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു ശിഥിലമായ കുടുംബാന്തരീക്ഷത്തിൽ വളരുന്ന കുഞ്ഞിനെ കുറച്ച്, അതും അച്ഛൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ പിതാവ് തന്നെയാണ്. ആ വല്ലതുമൊക്കെ മരുന്ന് കൊടുത്തോ എങ്ങനെ അതിനെടുത്തോണ്ട് പോയി 3-3.5 വയസ്സുള്ള കുട്ടീനെ. ഇതെന്താ സംഭവം എന്നറിയില്ല. അത് നിൽക്കട്ടെ അവിടെ. നിങ്ങൾ ഇതിനെ ഒന്ന് കാര്യമായിട്ട് ചിന്തിക്കണം. കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹം എന്ന് പറയണേ ആർക്കും ആരോടും ഒരു ബന്ധനം ഉണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടായി. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഏതോ പഴയ കാമുകനെ കാണുമ്പോൾ കൂടെ കിടക്കുന്ന ഭർത്താവിനെ മറന്ന് അവൻ്റെ ഫോണിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യമാരും എന്തൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ തന്നെ, അപ്പോൾ ഈ കേൾക്കുന്ന സ്ത്രീകൾ എല്ലാവരും നമ്മൾ തന്നെ ഒരു മൊറാലിറ്റി നമ്മളിൽ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. പൈസ ഇല്ല ചേച്ചി, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത്, വീട്ടു ജോലിക്ക് പോകൂ നിങ്ങൾ. ഈ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു നല്ല ഈ പറഞ്ഞാൽ അംഗനവാടി ഉണ്ടാകും, അല്ലെങ്കിൽ അതേപോലെ നല്ല ക്രഷുകളൊക്കെ ഉണ്ടാവുമല്ലോ നല്ലത്, അതായത് വളരെ ചുരുങ്ങിയ പണം കൊടുത്ത് അങ്ങനെയുള്ളിടത്ത് പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഒരു 20,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും 5,000 ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കൂ. നിങ്ങളൊരു വീട് നിങ്ങൾക്കില്ല, നിങ്ങൾ റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളൊരു ഹോസ്റ്റൽ റൂമിലേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് മാറൂ.
അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, പല പല ഹോസ്റ്റൽസൊക്കെ ഉണ്ട് ഇപ്പോൾ. ഒരു അമ്മയും ഒരു മോളും മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഓരോ അമ്മമാരുമാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടത്, അല്ലാതെ അച്ഛന്മാരല്ല. അച്ഛന്മാർക്ക് ഈ പറഞ്ഞ പോലെ കള്ളു കുടിച്ച് പോയ ആൾക്കാരായിരിക്കും, അതിനെയൊന്നും തിരുത്താൻ പറ്റാത്ത വെടക്ക് കേസുകളായിരിക്കും. എന്ത് ചെയ്യും ആലോചിച്ച് നോക്കൂ. ഒരു കുഞ്ഞായിപ്പോയില്ലേ, ആ കുഞ്ഞിനെ കളയാനൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് കളയാണോ വേണ്ടത്? എന്ത് സ്ത്രീത്വം നഷ്ടപ്പെട്ടെന്നാ പറയണേ 3.5 വയസ്സിൽ. അതിനെന്തെങ്കിലും മരുന്നൊക്കെ കൊടുത്ത് അതിനത്ര ഓർമ്മ ഉണ്ടാവില്ല അതൊന്നും. ഇതൊക്കെ ഒന്ന് ശരിയാക്കി ആ അമ്മയൊന്ന് സ്റ്റഡി ആയിട്ട് വരേണ്ടതായിരുന്നു. അത് ആരോടും പറയാതിരുന്നോണ്ടായിരിക്കുമല്ലേ. അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റ്, ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നെങ്കിൽ ഒരു മുറിയാണെങ്കിലും അവന് വാടകയ്ക്ക് എടുത്ത് ആ ഭാര്യയെ കൊണ്ടുപോയി അവിടെ വെച്ച് അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളും അവർ തന്നെ പങ്കുവെച്ച് ജീവിക്കുക. ആ സമയത്ത് നിങ്ങൾ മാതാപിതാക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം എന്നൊക്കെ ഉള്ള അവസ്ഥയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ട. നിങ്ങൾക്ക് ആ ഭാര്യയെ നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഞാൻ എല്ലാവരോടും 2 അടുക്കള എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ആളുകൾ പറയണേ ഞാൻ കുടുംബം കലക്കാൻ വരികയാണ്. ഇതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് ഈ ചേട്ടത്തി എന്ന് പറയുന്നത്. ആ അനുജൻ്റെയും ആരുമല്ല. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനത്തെ അനുഭവങ്ങളുണ്ട് ആൾക്കാർക്ക്, അല്ലേ? വെട്ടി തുറന്ന് ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് അരവിന്ദിൻ്റെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ടൊരു മുറിയില്ല, അറിയോ? ഇത്ര വർഷമായിട്ടും. കാരണം ഞാൻ അവിടെയല്ല താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ മണിയറ ഒരുക്കിയ മുറിയൊക്കെ, ആ മുറി ഒരു ഗസ്റ്റ് റൂം പോലെ ആയിരുന്നു. വേറെ ഒരു മുറി ഉള്ളത് അനുജൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഗോൾഡൻ ചൈൽഡിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ലേ ഞാൻ, അമ്മയ്ക്ക് കുറച്ചൊരു, അമ്മയുടെ വിചാരം അവരെയാണ് നല്ലപോലെ സംരക്ഷിക്കേണ്ടത്. എന്താണെന്നറിയില്ല, ആ റൂം അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൽ ആരും വരികയും പോവുകയും ചെയ്യില്ല. ഞങ്ങൾ ഈ ഫസ്റ്റ് ഡേ ആഘോഷിച്ച ആ മുറിയിലാണ് ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ കിടക്കാറും. ഈ അമ്മ ഇപ്പോൾ അവിടെയാണ് കിടക്കുന്നത്. അവിടെയാണ് ഞാനിപ്പോൾ ഒരു AC ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ അവിടുന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് അമ്മ മാറി അപ്പുറത്തെ റൂമിൽ പപ്പായുടെ റൂമുണ്ട്, അവിടെ പോയി കിടക്കും. എന്നാൽ സ്ഥിരമായിട്ട് പപ്പയുടെ റൂം അമ്മയ്ക്ക് ആക്കിക്കൂടെ എന്ന് വെച്ചാൽ ഞാനതിന് എല്ലാം വൃത്തിയാക്കി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. എന്താണ് സംഭവിക്കുന്നത് എനിക്ക് പോലും അറിയില്ല, എനിക്ക് ചുറ്റും. പക്ഷേ ഞാൻ പറയും, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് കൺട്രോൾ ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ സ്ഥലങ്ങളിൽ ഞാൻ ഉറങ്ങാൻ പോവില്ല. അതെൻ്റെ ഈ 50-53 വയസ്സായ എനിക്ക് അതിനുള്ളൊരു ഡിസിഷൻ എടുക്കണ്ടേ, നിങ്ങൾ പറയൂ. അപ്പം അതുകൊണ്ട് അമ്മ അത്രയും പ്രായമായ അമ്മ ഓരോരുത്തർ വരുമ്പോഴും ഇവിടെ നിന്ന് പൊക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാം. ഇപ്പോൾ ആ റൂമിൽ ഒരു ജോലിക്കാരിയാണ് കിടക്കുന്നത്. അവിടെ 2 കട്ടിലൊക്കെ ഇട്ട് റെഡിയാക്കി AC ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ റൂം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ റൂമിൽ AC ആക്കി കൊടുത്തത്. നിന്നോട് ആരെങ്കിലും പറഞ്ഞു AC ആക്കാൻ എന്നാണ് അവർ ചോദിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയല്ലേ, അവർക്ക് 2 സ്റ്റെൻ്റൊക്കെ ഇട്ടിട്ടുണ്ടേ, അപ്പോൾ നല്ലോണം ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇപ്പോൾ ടച്ചിൽ കേസ്, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ എനിക്ക് പോലും ഇത്രയും ഞാൻ ഘോരഘോരം പ്രസംഗിക്കുന്ന എനിക്ക് പോലും ഒരു മുറി തരാത്ത ഒരു അമ്മായിയമ്മയുണ്ട്, മനസ്സിലായോ? പറഞ്ഞു വരുന്നത് അതാണ്. അത് അവരുടെ മുറിയാണ്, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നില്ല. അത് അവർക്ക് കൊടുക്കേണ്ടതാണെന്ന് സമ്മതിക്കാത്ത ഒരു കുടുംബാന്തരീക്ഷമുണ്ട് അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ മാറിക്കൊടുക്കുക. എൻ്റെ ഹസ്ബൻഡ് ഞാനും അവിടെ ഉറങ്ങും, എൻ്റെ മകൾ സൈഡിലൊരു കട്ടിലുണ്ട്, അവിടെ ഉറങ്ങും, അങ്ങനെയാണ്. അതേപോലെ സിസ്റ്റർ ഇൻ ലോ വന്നാലും ഇതേ റൂമിൽ തന്നെ അമ്മ അങ്ങോട്ട് മാറും. അപ്പോൾ സിസ്റ്റർ ഇൻ ലോയും ആ മറ്റേ റൂമിൽ ആരും കിടക്കില്ല. അതെന്താ അതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എനിക്കറിയില്ല. കാറ്റ് വെളിച്ചം കൂടുതലുള്ളതിലാണോ എന്ത് തന്നെ ആയാലും ദാറ്റ് ഈസ് 1 point of disrespect. നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ അവർക്ക് 2. എൻ്റെ വീട്ടിൽ എനിക്കൊരു മുറിയുണ്ട് കേട്ടോ, ആരും കയറില്ല അതിനകത്ത്. അതെൻ്റെ സാധനങ്ങൾ തന്നെയാണ്. കാരണം 3-4-5 റൂമുണ്ട്. പണ്ടേ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ യൂസ് ചെയ്തിരുന്ന മുറിയാണ് അത്, അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവിടെ, അത് എത്ര കാലം അച്ഛനും അമ്മയും ഉള്ളത്തോളം കാലം എന്തായാലും ഉണ്ടാവും. എൻ്റെ ബ്രദറും അങ്ങനെ എൻ്റെ അടുത്ത് ആ ചേച്ചി ആ മുറിമാർ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എത്ര കാലം പോവും, വല്ലപ്പോഴും അല്ലേ പോകുള്ളൂ. നിങ്ങളൊന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കൂ നിങ്ങളുടെ മരുമക്കളെ. നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ ചിന്തിക്കൂ. അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ യൂട്യൂബിൽ വന്നിരുന്ന് എല്ലാം വിളിച്ചു പറയും. എന്നെ ആരോ ഒന്നും അതെന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. പപ്പ ഉള്ള സമയത്തൊക്കെ എപ്പോഴും ഞങ്ങളുടെ റൂം അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പപ്പ ഉള്ള സമയത്ത് ഇത് തന്നെയായിരുന്നു, അമ്മച്ചി ഇടയ്ക്കിടയ്ക്ക് അവിടെ ഉറങ്ങുമായിരുന്നു. പക്ഷെ എന്താണെന്നറിയോ, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഇതിലൊക്കെ അതിനൊക്കെ അവരുടേതായ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുന്നത്. അത് വയസ്സായ ആൾക്കാരില്ലേ, അവരൊക്കെ കുഴമ്പും എണ്ണയും തൈലും ഒക്കെ തൂത്തിട്ട് ഭയങ്കര അവരുടെ ഒരു രീതിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ രീതിയിലും ഒരു ഹൈജീനിക് ഇതൊക്കെ ആഗ്രഹം തോന്നും അല്ലേ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു കേട്ടോ, ഇതെല്ലാം ഇച്ചിരി പ്രയാസമാണ് എനിക്കിന്ന്. അപ്പോൾ വിട്ടുകള എന്നാണ്. മുകളിൽ 3 മുറി എന്തോ എടുത്ത് ഇട്ടിട്ടുണ്ട്, അതിലൊന്നുമില്ല. അനുജൻ പണിതായതുകൊണ്ട് എനിക്ക് അതിനകത്ത് കയറി അത് സെറ്റാക്കിയിട്ട് ഇനി അതിന് പ്രോബ്ലം ആവണ്ടെന്ന്. നിങ്ങൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത്
നിങ്ങൾ ഇപ്പോൾ ഒരു അമ്മായിയമ്മയാവാൻ പോകുന്നവർ എൻ്റെ പ്രായത്തിൽ, ഇപ്പം എൻ്റെ ഒരു മകളായതുകൊണ്ടാണ് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരു റൂം അവർ വല്ലപ്പോഴും അമേരിക്കയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ വരുമ്പോൾ അവരുടെ റൂം എന്ന് പറഞ്ഞ ഒരെണ്ണം ഒന്ന് സൂക്ഷിച്ച് വെക്കൂന്നേ. നല്ല കാര്യമല്ലേ? സ്വന്തം മക്കൾക്കല്ലേ, മകന് വേണ്ടിയിട്ടല്ലേ. എന്തിനാണത് വേറെ രീതിയിൽ കാണുന്നത്? മരുമകൾക്ക് അങ്ങനെ സുഖിക്കേണ്ട, അവൾ ആരാ അങ്ങനെ അവൾ ഇവൾ എടി പോടി ഇതും നിങ്ങൾ യൂസ് ചെയ്യരുത് മരുമക്കളെ കേട്ടോ. അങ്ങനെയുള്ളവർ കുറവായിരിക്കും ഇപ്പോഴത്തെ കാലത്ത്. പണ്ടത്തെ ഈ 80s ആൾക്കാരാണ് അങ്ങനെ പറയാ. ഞാൻ എൻ്റെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അറിയാതെ എടി അവളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ റിട്രാക്റ്റ് ചെയ്യും. ഐ വിൽ റിയാക്ട് കേട്ടോ. ആരാണ് എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ DM-ൽ ഒന്ന് ചോദിച്ചു ഇൻസ്റ്റയിൽ, ചേച്ചി അപ്പോൾ ഇവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് വിഷമാവില്ലേ? അവർക്ക് വിഷമായാലെന്താ, അവർ ചെയ്ത കാര്യമല്ലേ. എന്നാൽ അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇല്ല ഇത് ഭയങ്കരമാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയട്ടെ. ഐ എം റെഡി. അപ്പോൾ ഒരു നല്ല രസം ഉണ്ടാവും. നമ്മൾ ഈ വേറെ ചാനൽസൊക്കെ കാണുന്ന പോലെ അമ്മായിയമ്മ വേഴ്സസ് മരുമകൾ എന്നും പറഞ്ഞ് മേക്ക് ഓവർ ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കണില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ബട്ട് സ്റ്റിൽ പറഞ്ഞു വന്ന എൻ്റെ വീട്ടിലെ കഥ മാത്രമല്ല, ഞാൻ സമൂഹത്തിന് പറയുകയാണ്, റെസ്പെക്റ്റ്. നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറുന്ന മരുമകൾക്ക് ഒരു ചെറിയ റെസ്പെക്റ്റ് കൊടുക്കൂ. അതിലെന്താ, നിങ്ങളെക്കാൾ ഇളയവളായിരിക്കാം, പക്ഷെ അവർക്കൊരു ശരി റെസ്പെക്റ്റ് കൊടുക്കാം. എന്തിനു ഞങ്ങൾ ചെയ്യണം? റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കാലിൽ തൊട്ട് വഴങ്ങുക എന്നല്ല, അവരുടെ സ്പേസ്, അവർക്ക് ആ സ്പേസ് കൊടുക്കൂ അറ്റ്ലീസ്റ്റ് പ്ലീസ്. അങ്ങനെയൊക്കെ ചെയ്യൂ. അതേപോലെ ഇത് വല്ലപ്പോഴും അല്ലേ വരുന്നുള്ളൂ. ഇതേപോലെ കൂട്ടുകുടുംബങ്ങൾ അധികം ഇപ്പം നല്ലതല്ലെന്ന് മനസ്സിലായില്ലേ. മുകളിലും താഴെയാണെങ്കിലും വേറെ വേറെ താമസിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ടടുക്കളയാവുമ്പോൾ അടി ഉണ്ടാവില്ല. നീ ഇതിനകത്ത് ഉപ്പ് കൂടുതലിട്ടു, ഇതിൽ പുളി ഇട്ടു, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അവരവരുടെ ഇഷ്ടത്തിന്. ഞാനൊരു വീട്ടിൽ പോയിരുന്നേ, അവർ ഒരു കിച്ചനെറ്റ്, അതായത് കിച്ചനെറ്റ് എന്ന് പറഞ്ഞാൽ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമല്ലോ വേണമെങ്കിൽ. നമ്മുടെ ഈ പുളിയും പരിപ്പൊന്നും അത് ഡോട്ടറിൻലോ ഡോക്ടറാണ്, അമേരിക്കനാണ്. അപ്പോൾ ആ കുട്ടി വരുമ്പം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടെന്ന്. അത് തന്നെ നമ്മുടെ ഇന്ത്യൻ മരുമക്കൾക്കും കൊടുത്തൂടെ? അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇന്ത്യൻ മരുമക്കൾക്ക് കൊടുത്താൽ എന്താ? ഡോക്ടറാണ്, അങ്ങനത്തെ ഇന്ത്യൻ മരുമക്കളുണ്ട്. അല്ല സോറി, അമേരിക്കനാണ്, ഡോക്ടറാണ് എന്നുള്ളത് കൊണ്ടല്ല അവർ കൊടുത്തത്. അവരങ്ങനെയാണ്. അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാമല്ലോ. നല്ല കാര്യങ്ങൾ നമുക്ക് പലരിൽ നിന്നും അഡോപ്റ്റ് ചെയ്തുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പലർക്കും എന്നോട് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ഇഷ്ടത്തിന് വേണ്ടിയൊന്നും അല്ല കേട്ടോ. എനിക്കിതൊരു വെൻറ്റിങ് ഔട്ടാണേ. എനിക്ക് വെൻറ്റ് ഔട്ട് ചെയ്യണം. ഇത് കേൾക്കുന്നവർ പലരും ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ശരിയാണല്ലോ, ഒരു പുതപ്പ് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് എങ്ങനെ പുതപ്പ് വന്നതെന്നറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതപ്പാണ് ഞാൻ കൊണ്ടുവന്നത്. പുതിയത് പോലും വാങ്ങിച്ചു തന്നില്ല. ബിക്കോസ് അന്ന് കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസിലൂടെ ആയിരുന്നല്ലോ എൻ്റെ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചത്. അപ്പോൾ വളരെ എണ്ണിച്ചുട്ട അപ്പം പോലെ വെച്ചിരുന്ന പൈസ കൊണ്ട് വേണമല്ലോ ഞങ്ങൾ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ചെയ്തില്ല. ഹി ഓൾസോ വാസ് നോട്ട് എന്താ പറയുക എറ്റ്യൂൺഡ് ടു ബിക്കം എ ഹസ്ബൻഡ്. പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്ന് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ പലരും ചോദിച്ചു, ചേട്ടൻ ഇതിനൊക്കെ കുഴപ്പമില്ലേ ചേട്ടൻ? ബിക്കോസ് ചേട്ടൻ നോസ് ഞാൻ അത്രയും സഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത്രയും ഒന്നും അനാവശ്യമായിട്ട് കളയില്ല. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ലെറ്റ് മീ ടെൽ യു, ബട്ട് ബ്രദർ ഇൻ ലോ ഉണ്ട് കേട്ടോ, അരുണിൻ്റെ അനിയൻ. ആ സമയത്ത് ഹി വാസ് വെരി എന്താ പറയുക എംപത്തറ്റിക് ഓൾസോ. 5,000 റുപ്പീസ് കൊടുത്തു, നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് 3,000 റുപ്പീസിന് ഒരു സാരി വാങ്ങിച്ചു വന്നു. ഞങ്ങൾ പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചു. അത് സ്പോൺസേർഡ് ബൈ ഹിസ് ബ്രദർ ആയിരുന്നു അന്ന്. സോ അത് ഞാൻ നന്ദിപൂർവ്വം ഇപ്പോൾ സ്മരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനും ഇറങ്ങണം, എൻ്റെ ജീവിതം നേരെയാക്കണമെങ്കിൽ. ഇദ്ദേഹത്തിന് മാത്രം കിട്ടുന്ന എണ്ണിച്ചുട്ടപ്പം പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ പേരൻസ് വെർ പ്യുവർലി ഡിപ്പെൻഡ് ഓൺ ദിസ് ബോയ്സ്. രണ്ടുപേരുടെ അടുത്തും അവർക്ക് ഒരു നീക്കിയിരിപ്പും ഇല്ലായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയായിരിക്കണം റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടത് നമ്മളെന്ന്. ഞങ്ങളതനുസരിച്ച് കുറച്ച് ചെയ്തതുകൊണ്ട് റിട്ടയർമെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഞാൻ പറയാം, നാളെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒരു 5 കൊല്ലം മുമ്പ് നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിരിക്കണം. ആൻഡ് ദ വേ യു ഹാവ് ടു പ്ലാൻ ഷുഡ് ബി, അത് ഒരാളുടെയൊക്കെ ശമ്പളമാണെങ്കിൽ നല്ല ട്രപ്പീസ് കളിക്കണം. ഞാൻ ഇവരുടെ ആസാമിലെ വീട് പോയി കണ്ടിരുന്നു കേട്ടോ. എന്ത് രസമാണെന്നറിയോ, നല്ല ലോണും ഒക്കെ ആയിട്ട് ഇവർ താമസിച്ചിരുന്നത്. 2 BHK ആണ്, നല്ല ഭംഗിയുണ്ട്. അത് അന്നായിരുന്നെങ്കിൽ ഇതിലും നന്നായിരുന്നുണ്ടാവുന്നു അരവിന്ദ് പറയാണ്. ഇതിപ്പോൾ കാലപ്പൊഴുതിൽ അതിൻ്റെ ഇച്ചിരി പഴക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറയാം, നാളെ പറയാം കേട്ടോ. ഈ വീഡിയോ 20 മിനിറ്റ് ആകുന്നു. സോ ഇനിയും അതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. അപ്പം പെൺകുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെയും ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കണം. ഡ്രഗ്സും അതും ഇതൊക്കെ ഉണ്ടല്ലോ.
പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ ആരുടെ കയ്യിലേക്കും കൊടുക്കാതിരിക്കുക. കുട്ടികളെ വേറെ ആരും എടുക്കണ്ട ഓമനിക്കാനായിട്ട്. ചുണ്ടത്തുമ്പ വയ്ക്കൽ, അപ്പൂപ്പന്മാർ വന്നിട്ട് എടുത്ത് ഇങ്ങനെ കാണിക്കൽ. എൻ്റെ അമ്മാവൻ, ഞാൻ മോളുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഉള്ളൂ മോള് കേട്ടോ, കയ്യിൽ ഒരു കുഞ്ഞു കൊച്ചല്ലേ ഉണ്ടാവുള്ളൂ, ഒരു 6 ദിവസം ആയിരിക്കും, ഇത്ര ഉണ്ടാവുള്ളൂ. അമ്മാവൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ, നമ്മൾ നൊന്ത് പ്രസവിച്ചവർക്കല്ലേ അറിയുള്ളൂ, ഒരു ചെറിയ ഇതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അമ്മ പറയണത് നീ പേടിക്കണ്ട, അത് അമ്മാവനറിയാം, അമ്മാവൻ എല്ലാവരെയും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വക പ്രഹസനങ്ങൾ അമ്മാവനൊന്നും ഇല്ലാട്ടോ, ഇപ്പോൾ 10-100 വയസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ മരിച്ചുപോയി. അല്ല, ഞാൻ പറയാണ്, അന്ന് എൻ്റെ മനസ്സിലുണ്ടാക്കിയ ആ ഓരോരോ കാര്യങ്ങൾ നിങ്ങളോട് ഞാനിപ്പോൾ പറഞ്ഞ് ഒന്ന്, കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്ത് പറയണം എന്നറിയില്ല. ഇത്രയും കാലം വലിയ ചടവൊന്നും കൂടാതെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് ഒരുപാട് വിസ്ഡം നമ്മളിലുള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും, കേൾക്കുന്നവരെല്ലാവരും, ഈ പെൺകുട്ടികളെ, ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ അയൽവക്കത്തൊരു പെൺകുട്ടിയുണ്ട്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റയ്ക്കെങ്കിൽ പ്രോത്സാഹിപ്പിക്കരുത്. മോളെ, അച്ഛനും അമ്മയും അവിടെ ഇല്ലേ, അവിടെ പോയി ഇരിക്കൂ എന്ന് തന്നെ പറയണം. പല കാര്യങ്ങളുണ്ട് അതിൽ. ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ നല്ലവരാണെന്ന് നമുക്കറിയാം, പക്ഷെ എന്തിന് റിസ്ക് എടുക്കണം ലൈഫിൽ? അല്ലെങ്കിലേ ജീവിതം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അൺപ്രഡിക്റ്റബിളാണ് അടുത്ത മൊമെൻറ്റ്. അപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുരക്ഷിക്കുക. ദേ ആർ ദ ആപ്പിൾ ഓഫ് അവർ ഐസ് അല്ലേ, അങ്ങനെ ഒരു സേയിങ് ഇല്ലേ. ആൺകുട്ടികളും ഉണ്ട്, പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക്, പെൺകുഞ്ഞുങ്ങൾക്കാണല്ലോ ഇങ്ങനത്തെ ട്രോമാസൊക്കെ അധികം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ആൺകുഞ്ഞിനെ കളഞ്ഞു പോയിട്ട് രാഹുൽ എന്നൊന്നു പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? സോ ഒന്ന് കണ്ണ് തെറ്റാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിക്കൂ. ഓക്കെ, ഇന്നൊരു ഇച്ചിരി ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, പക്ഷെ പറയാതിരിക്കാൻ വയ്യ. അതാ അതിൻ്റെ ചൂടിൽ തന്നെ പറയണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞാണേ. സോ ചിയേഴ്സ്. അപ്പോൾ ഇത് ഗംഷ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു.